ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കരിമീൻ തവ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മീനൊന്ന് മസാല പുരട്ടിയെടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു മുറി നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിക്ക് പകരം നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ചേർത്ത് നല്ലവണ്ണം മസാല ഒന്ന് പുരട്ടിയെടുക്കണം. പിന്നെ ഈ മസാല സെറ്റ് ആവാനായിട്ട് മിനിമം നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ ചിലപ്പോൾ അതിനുള്ളിലേക്ക് മസാലയൊന്നും കയറത്തില്ല. അപ്പോൾ കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. അതായത് ഇപ്പോൾ മീൻ റെസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ തവയിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് ചെറിയ തീയിലേക്ക് വെച്ച ശേഷം മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും മീൻ വറുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ ചുറ്റുമുള്ള മസാല കരിഞ്ഞു പോകും. അതുപോലെ നമുക്ക് നന്നായിട്ടൊന്നും വെന്ത് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കരിമീൻ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു 60-70% കുക്കായി കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. കാരണം നമ്മളിനി അതിന് തവയിൽ മസാല ചേർത്ത് ഒന്നുകൂടി ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഒന്ന് തൂളി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ടേസ്റ്റ് ഒന്നുകൂടെ കൂടും കേട്ടോ. മീൻ കോരി മാറ്റിയ ശേഷം ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, 4 ഇതൾ വെളുത്തുള്ളി, ഒരു പിടുത്തം ചുവന്നുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ സവാളയാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പക്ഷേ എപ്പോഴും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്ന ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇതിനൊന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയം കൊണ്ട് നന്നായിട്ട് പഴുത്തൊരു തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരാൻ വേണ്ടി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ കുറച്ച് ഇതിലേക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഇപ്പോൾ തക്കാളി വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മസാല ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മീനിൽ മസാല ചേർത്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് കരിഞ്ഞ് പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കുന്നില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇപ്പോൾ മസാല നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കരിമീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു തവി കൊണ്ട് ആ മസാല നന്നായിട്ട് അതിലേക്കൊന്ന് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. അതിന് ചുറ്റുമുള്ള മസാല അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണേ. അപ്പോൾ ഇതിന് നമ്മൾ തിരിച്ച് മറിച്ചിടുന്നില്ല, കാരണം ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് 2 മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മസാല നല്ലോണം പിടിച്ചോളൂ കേട്ടോ അതിലേക്ക്. അപ്പോൾ നമ്മളിത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള മസാലയാണല്ലോ. പിന്നെ ഇത് വല്ലാണ്ട് ഓവർ ഡ്രൈ ആയി പോയാൽ കുറച്ച് വെള്ളവും തളിച്ച് കൊടുത്താൽ മതി. അതിപ്പോൾ നോക്കിക്കുക, മസാല നല്ലോണം അതിൻ്റെ എണ്ണ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനിലേക്കൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതുണ്ടാക്കി ഉടനെ കഴിക്കരുത്, കുറച്ച് സമയം ഒന്ന് വെച്ച ശേഷം വേണം കഴിക്കാൻ കേട്ടോ. അത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്